ഹലോ, ഇന്നപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപികയുടെ, നമ്മുടെ ഗൂപ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ നിന്ന് 2 ഫ്രണ്ട്സ് കൂടി വരും. അവർ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നതാണ്. എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുവാണ്. നടന്ന് ബസ്സിൽ കയറി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിതൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവളുടെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സർപ്രൈസ് ആവുമോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആവുമോ ഇനി നോക്കിയാലേ അറിയാം. ഇനി പോകുമ്പോൾ അറിയാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് അവളറിയാതെ സീക്രട്ടായിട്ട് സർപ്രൈസായിട്ടൊക്കെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ബസ്സിൽ കയറി പോയിട്ടുണ്ട്. ആൻഡ് ദെൻ ഞാനൊരു സ്റ്റോപ്പിൽ ഇറങ്ങി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന്. അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ മഴ വളരെ ഇതായിട്ട് അങ്ങ് വരും. പിന്നെ മഴയാണല്ലോ, ചിലപ്പോൾ ഭൂമിക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് കാണും. അങ്ങനെ ഗൈസ് ഈ ബസ്സിൽ അവർ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ പിള്ളേരുടെ കയ്യിൽ കേക്ക് ആയിട്ട് അവർ വന്നു ഗൈസ്. അവർ 2 പേരും ഉണ്ട്. പിന്നെ ഞങ്ങൾ നടന്ന് ഗോപ്സിൻ്റെ വീട്ടിലോട്ട് പോയി. ഞങ്ങൾക്ക് വഴി ജസ്റ്റ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞ ഐഡിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട് കണ്ടുപിടിച്ചു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴാണ് രസം. അവളുടെ അച്ഛൻ ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു വഴിയെ പോകുന്നത്. ഇങ്ങോട്ട് വന്ന് വിളിച്ചു. അതായത് അവൾ സർപ്രൈസ് ഒന്നും ആയി. എന്തായാലും അവൾക്കൊരു സന്തോഷം, അത് നമുക്ക് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴിയെ പോയപ്പോഴത്തേക്കും അവളുടെ അങ്കിൾ ഞങ്ങളെ കൈകാട്ടി വിളിച്ചാണ് വീട്ടിലോട്ട് കയറ്റിയത് കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ അവിടെ ഒരു കടയിൽ ചോദിച്ചു മാമ, ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ. പിന്നെ അവളും ഞങ്ങളെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ സ്വീകരിച്ചതൊക്കെ. ഗൈസ് അവൾ ഞങ്ങളോട് സംസാരിക്കുന്നതിന് പായസം വയ്ക്കാൻ വേണ്ടി ഓടുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പായസമൊക്കെ വെച്ചിട്ട് കൊച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവൾ അതിന് പോയി. പിന്നെ ഞങ്ങൾക്ക് കൊച്ച് പെണ്ണ് കാണാൻ വരുന്നത് പോലെ ചായയും പലഹാരമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഉണ്ണിയപ്പം അവലും അങ്ങനെ ചായയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച്, നല്ല മധുരമായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം, അത് പറയാതെ വയ്യ. ഗോപ്സ് നീ വീഡിയോ കാണുമ്പോൾ ഓർത്തണം, ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ഹിഡൻ സ്പോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. ഒരു അടിപൊളി ഹിഡൻ സ്പോട്ട്. നമുക്ക് നോക്കാം. അവൾ മുമ്പ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഹിഡൻ സ്പോട്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഉറപ്പായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അവളുടെ വീട്ടിൻ്റെ പുറകുവശത്തൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അവൾ കണ്ട കാട് വഴിയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. നടന്നു പോകുന്ന സ്ഥലം നല്ല തണുപ്പും ഇച്ചിരി കയറ്റം ഇറക്കമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് കയറി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ജേണി അടിപൊളിയായിരുന്നു നമ്മുടെ. അങ്ങനെ അവൾ മുന്നിൽ ജാഥ നയിക്കുന്നത് പോലെ അവൾ മുന്നേ പോകുന്നുണ്ട്. കുറേ നടന്നപ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു എന്നുവെച്ചാൽ അവൾ കൊണ്ടുപോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് കാണുന്ന രീതിക്കുള്ള സ്ഥലത്തെത്തി വരും. ദാറ്റ് വാസ് അമേസിങ്, സൂപ്പർ സ്ഥലം കേട്ടോ. ഈ വീഡിയോയിൽ എത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ സ്ഥലം പൊളിയായിരുന്നു. പിന്നെ കുറേ പടി അങ്ങോട്ട് ഇറങ്ങാണ്ട് ഗൈസ്. ഞാൻ എണ്ണണമെന്ന് വിചാരിച്ചു, പക്ഷേ തിരിച്ചു വന്നപ്പോഴാണ് എണ്ണിയത് കേട്ടോ. അപ്പം 150 പടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പടി ഫുള്ള് ഞങ്ങളെ കൊണ്ട് അവൾ നടത്തിച്ച്. പക്ഷേ നടന്നത് ഞാൻ പറയാം, എന്താ പറയുക, നടന്നിട്ടുണ്ടെങ്കിൽ ആ നടത്തം നമുക്കൊരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. കാരണം അത്ര വേർത്തി ആയിട്ടൊരു ഹിഡൻ പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇത്. കുറച്ചുകൂടെ സ്വയം പോയി കണ്ടി ചാടാൻ തോന്നും. എനിക്ക് കിട്ടി ആവശ്യമുള്ളത്. പിന്നെ അവരുടെ ഫീഡ്ബാക്കൊക്കെ കേട്ട് എൻ്റെ വീഡിയോസിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസിലുള്ള 3 പേരാണ് അവർ മുന്നിൽ. അപ്പോൾ അവർ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഐ എം സോ ഹാപ്പി. ഗൈസ് ലവ് യു. എന്താ പറയുക, താങ്ക് യു ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞതിന് കേട്ടോ. ഞാൻ പറയിപ്പിച്ചല്ല ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇതായിരുന്നു സ്പോട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ ഗൈസ്. കമൻറ്റ് ചെയ്യൂ. ഞാൻ പ്ലേസിൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു പ്ലേസ്.
എന്താ പറയുക, അടിപൊളി സ്ഥലമായിരുന്നു. ഭയങ്കര കാം ക്വയറ്റ് ആയിട്ടുള്ള ബീച്ച്. നമ്മൾ ട്രിവാൻഡ്രത്ത് മിക്കവാറും ബീച്ചുകളിൽ പോകുമ്പോൾ ഭയങ്കര ബഹളം അല്ലെങ്കിൽ ഭയങ്കര ആളും തിരക്കും ഒക്കെ ആയിരിക്കും, പക്ഷെ ക്രൗഡഡൊക്കെ ആയിരിക്കില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒട്ടും തിരക്കില്ല, നമുക്ക് കാമായിട്ട് വന്നിരുന്ന് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നമ്മുടെ മറ്റേ അഴിമല ശിവക്ഷേത്രത്തിലെ ശിവൻ്റെ ആ പ്രതിമ ഉണ്ടല്ലോ, അത് കാണാമായിരുന്നു കേട്ടോ. ആൻഡ് ദ പ്ലേസ് വാസ് അടിപൊളി ഗൈസ്. ഫോട്ടോയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ പ്ലേസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി പ്ലേസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മണ്ടയിൽ അവിടുന്ന് കുറച്ച് പടി കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു കുരിശടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ പോയി. അങ്ങനെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിലെ 3 ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസാണ് ഇവർ ഗൈസ്. ഇവരാണെല്ലാം എൻ്റെ 3 ചങ്കുകളാണ്. എന്തോ പറയുക, എൻ്റെ എല്ലാമാണ് അവർ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം കടലിലൊക്കെ കിടന്ന് മറിഞ്ഞ്, അതൊന്നും സത്യം പറഞ്ഞാൽ എടുത്തില്ല കളിക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പടി കയറിപ്പോൾ മുകളിലൊരു കുരിശടി ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ മണ്ടേ ചെന്ന് ഫുള്ള് നമ്മൾ നോക്കിയപ്പം സീൻ സ്ഥലം, പൊള്ളി വൈബ് എന്നൊക്കെ പറയില്ല, അങ്ങനൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ ആ കുരിശടിയിലൊക്കെ പോയി നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളെ തിരിച്ച് ആ കുരിശടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ പറയാം, ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും മസ്റ്റ് ട്രൈ ആയിട്ടൊരു സ്പോട്ടാണ്. ഞാൻ സ്ഥലം പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ പറയാം. ഇറ്റ് വാസ് അടിമലത്തുറ കേട്ടോ ഗൈസ്. ഇത് അടിമലത്തുറയാണ്. യെസ്, അവളുടെ വീടിൻ്റെ പുറകിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഞാൻ പടിയൊക്കെ എണ്ണി കേട്ടോ. 120 150 എന്തായാലും 100+ ഉണ്ടായിരുന്നു കേട്ടോ പടികളുടെ എണ്ണം. കൗണ്ട് ചെയ്താണ് പോയത്. പെട്ട് ഗൈസ് ഞാൻ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കേക്ക് കട്ട് ചെയ്തു. Okay, set it. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞങ്ങൾ അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫുഡ് കണ്ടതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. ഗോപിക ഞങ്ങൾക്ക് ചോറ്, കപ്പ, ചിക്കൻ കറി, പയറുതോരൻ, അച്ചാർ ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് തന്നായിരുന്നു. ഗോപിക താങ്ക് യു ഫോർ യുവർ ട്രീറ്റ്. ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് പിന്നെ ഫുഡ് കഴിച്ച് അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങുമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അവൾക്ക് ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു, ട്രീറ്റ് ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ സർപ്രൈസ് ആയില്ലെങ്കിൽ കൂടി സോ ഹാപ്പി അവൾ. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗോപികയുടെ ബർത്ത്ഡേ. ആൻഡ് ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.